All lights. Five, six. Okay. Okay. Okay, let's go for a take. Okay. Ready? Take. Okay, sir. Monica? ഇതാ മാർക്ക്. ദിവ്യ അത്. ഇവിടെ ലൈറ്റിലൊരു നെറ്റ് ഇട്ടേ. ആർട്ട്. യെസ്. ആ ഫാനും ശരിക്കും വെച്ചേ. ശരി സാർ. അവിടെ ഇത്ര റെഡ് അടി. ഈ സാരിയുടെ പരസ്യം പുറത്തിറങ്ങിയ സാരി ശ്രദ്ധിക്കുന്നേക്കാൾ കൂടുതൽ കുട്ടിയായിരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. മൊബൈൽ നമ്പർ എത്ര? Hey, what's happening there? ഒന്നുമില്ല സാർ. ഈ ആട്ടിലെ പിള്ളേരെന്തേ? ഞാനിവിടെ ഉണ്ട് സാർ. മൊബൈൽ നമ്പർ തരണേ. ലൈറ്റ് ഇവിടെ കൊണ്ടു വെച്ചത്. മോണിക്ക, ടേക്കിൽ സാരി കുറച്ചിങ്ങനെ അലസമായിട്ട് ഇട്ടിരുന്നാൽ മതി. ഓക്കെ ഓക്കെ. ലൈറ്റ്സ്. ആ ബിജു സർ, നമുക്കൊരു ടൈറ്റ് റേഞ്ച് പോവാം. ഓക്കെ സർ. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ, ദിസ് ഈസ് ഓൾവേസ് സജഷൻ സർ. യെസ്. സാരിയുടെ അല്ലേ സാർ ആഡ്? നോർത്തിലെ പോലെ അല്ല, കേരളത്തിലെ സ്ത്രീകൾ കുറച്ചുകൂടെ ജെന്റിലായ ആഡാവും ഇഷ്ടപ്പെടുക. മാത്രമല്ല സാരിയുടെ ഭംഗി ഹൈലൈറ്റ് ചെയ്യാനും ആഡ് സെക്സി ആവാത്തതാവും നല്ലത്. യുവർ ഗുഡ് നെയിം പ്ലീസ്? ഐ എം ശ്രീനാഥ്. ശ്രീനാഥ്. ഞാൻ ഈ ആഡ് ഷൂട്ട് ചെയ്യാനായി ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇതിനു മുമ്പ് ഈ കമ്പനിയുടെ ആഡ് ചെയ്തിട്ടുള്ള ചില ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഒരുപാട് സജഷൻസ് ഇടയ്ക്കിടെ എഴുന്നള്ളിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇവിടെ ഉണ്ടാവുന്നു. അത് താനല്ലേ? ബട്ട് ലുക്ക്, ഇന്ത്യയിലെ ഒന്നാംകിട കമ്പനികൾക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്തിട്ടുള്ള ആഡ് ഫിലിം മേക്കറാണ് ഞാൻ. ഒരു ആഡ് ഏത് മാർക്കറ്റിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. താനൊന്നും പറയണ്ട മിസ്റ്റർ സൈമൺ. ഈ ആട്ടിലെ പിള്ളേരെന്തേ? ഞാൻ ഈ ആഡ് ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരും സെറ്റ് പാടില്ല. സാർ ഞാൻ അങ്ങനെയൊന്നും സൈമൺ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ടേക്ക് ടേക്ക് ടേക്ക്. എല്ലാവരും പോ. ടേക്ക് ടേക്ക്. മാഡം, മോമെന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്താ ശ്രീ, എന്താടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹേയ്, ഇന്നും ഫ്ലോറിൽ നിന്ന് ഇറക്കി വിട്ട് കാണുമല്ലേ? എന്തായിരുന്നു പുതിയ സജഷൻ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെങ്കിലും സ്വന്തമായിട്ട് ആഡ് ചെയ്യുമ്പോ മതി സ്വന്തം ഐഡിയാസ് ഒക്കെ എന്ന്? ഞാനപ്പോ അറിയാതെ പറഞ്ഞു പോയി അമ്മ. ഇങ്ങനെ പോയാൽ നിന്നെ കമ്പനിന്ന് പോലെ ഇറക്കി വിടും. പോട്ടെ, വിട്ടേക്ക്. അല്ല, എന്താ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? ടെൻഷൻ അടിച്ചപ്പോ ചുമ്മാ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ പോവാ. ആ സോപ്പൊക്കെ നീ കൈ തന്നെ വെച്ചേക്ക്. നിനക്ക് കാശുവല്ലോ വേണേ പറ. ഏയ് നിക്കേ, നിന്റെ സാലറി ഒക്കെ കഴിഞ്ഞാണെന്ന് അമ്മയ്ക്കറിയാം. നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. അമ്മ, ചെല്ലേ, നീ ഒന്ന് കറങ്ങി റിലാക്സ് ചെയ്തിട്ട് വാ. മൊബൈൽ നമ്പർ അല്ല, ഈ നാപ്പിലെടുത്ത ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന വല്ല ഓൺലൈൻ ലോട്ടറി അടിച്ചിട്ട് വേണം സ്വന്തമായിട്ട് ഒരു ആഡ് കമ്പനിയൊക്കെ തുടങ്ങാൻ. പിന്നെ ആഡ് ഫിലിമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. അമ്മയെ ജോലിക്ക് വിടുകയും വേണ്ട. പണ്ട് ഏതോ ഒരു ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെയാ. ഏതൊരു ശ്രീനിവാസനോ? ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞ്? എന്തൊരു മനോഹരമായ നടക്കാത്ത ബില്ല് വന്ന് എത്രയായി? 565 രൂപ 95 പൈസ. ഇത് ബാറ്റ കടയിൽ നിന്ന് നമ്മൾ ഷൂ മേടിച്ച പോലെ ഉണ്ട്. അതായത് 566 രൂപ. 66 രൂപ കൊടുത്താൽ 5 പൈസ തിരിച്ചു തരും. അത് കാലാകാലങ്ങളായിട്ട് ബാറ്റ കമ്പനിയുടെ ഒരു ഹോബിയാ. എന്ന് വെച്ച് പേടിക്കണോ, കാശ് കൃത്യമായിട്ട് തരാം. ഞങ്ങൾക്ക് ക്യാഷ് ടീമാ. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞ അപ്പന അങ്ങനെ തന്നെ. നിന്റെ ഷെയർ ഞാൻ ഇട്ടോളാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്.
അത് അമ്മയോട് കടം വാങ്ങിയതല്ലേ? അവനെ നിർബന്ധിക്കേണ്ട നന്ദിത, അവൻ വലിയ അഭിമാനിയാ. എനിക്ക് പിന്നെ അഭിമാനമോ അപമാനമോ ഇല്ലാത്തവനാണല്ലോ. അതുകൊണ്ട് ടിപ്പ് കൊടുക്കുന്ന ചില്ലറ വരെ എനിക്ക് തന്നേക്ക്, ഞാൻ നോ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. കൂടെ മാത്താ. ഇപ്പൊ 10,000-2000 രൂപ ഞാൻ നിനക്ക് കടമുണ്ട്. പേടിക്കണ്ട, വാങ്ങുമ്പോ ഞാൻ പലിശ മുതലും കൂടെ ആ വാങ്ങിക്കോളാം. ഇങ്ങനെ കിട്ടുന്ന പലിശക്കാശാണ് ഇടക്കിടക്ക് ഈ കാൽബറീസ് തട്ടണത്. പോടാ പോത്താ. പോത്ത നിന്റെ അച്ഛൻ. ആ ഇനി എന്താ പ്രോഗ്രാം? എനിക്ക് സ്റ്റുഡിയോ പോണം, കുറച്ചു പേർക്ക് പെൻഡിങ്ങാ. അപ്പൊ നിന്നെ ഞാൻ ഡ്രോപ്പ്. ആ അപ്പൊ നന്ദിതേ. നോ പ്രോഗ്രാം. വീട്ടിൽ പോകുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു. ആ വീട്ടിലെ കൊറ്റക്കല്ലേ, അപ്പൊ ഞാനുണ്ട് കൂടെ. അപ്പൊ നീ എന്നെ ഡ്രോപ്പ് ചെയ്തോ? എടാ വൃത്തിയേട്ടവനെ, നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടെ വന്നത്? എന്നിട്ട് ഒരു പെണ്ണെ കൈ കിട്ടിപ്പോ എന്നെ വിട്ടു അല്ലേ? അതല്ലേലും അവന്റെ സ്ഥിരം പരിപാടിയാ. എന്നാലും എന്റെ ശ്രീ, മാത്തനെ എവിടെയെങ്കിലും തനിച്ച് ഉപേക്ഷിച്ച് പോകുന്നത് മോശമല്ലേ? മാത്തനല്ല, ആർക്കായാലും അത് ശരിക്കും ഫീൽ ചെയ്യും അല്ലേ മാത്ത? അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മാത്തിപ്പോ. പോകൂടാ, നിനക്കൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയാൻ പാടില്ലടാ. ഇവരെ കണ്ട് പഠിക്കടാ. അപ്പൊ ഇത് കൂട്ടുകാരാണല്ലേ? അല്ല ഫ്രണ്ട്സാ. നമ്മളാരാ മനസ്സിലായില്ല? ആണാ? എന്നാ കപ്പലിൽ നിന്നടക്ക പോയി ഫോട്ടോ എടുക്കടോ. എന്താണ് നന്ദു, ഇപ്പൊ പുറത്തിരുന്നാണോ പഠിത്തം? അത് ഞാൻ വെറുതെ. ഞാൻ പറയാൻ ശ്രീ കാര്യം. എന്താ? ദേ, ആ വീട്ടിൽ പുതിയ താമസക്കാരാ. കൂട്ടത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അവളെ കാണിക്കാനാ പുറത്തിരുന്നുള്ള ഈ അഭ്യാസം. ആണോടാ? അവളെയൊക്കെ ഞാൻ വിട്ടു ശ്രീയേട്ടാ. ഇപ്പൊ അവള് ചേച്ചിയാ നോട്ടം. കിട്ടും കേട്ടോ നിനക്ക്. വാ. ഡേയ്, ഇതൊക്കെ ചേട്ടന്മാരെ കൂടെ ഒന്ന് പഠിപ്പിക്കടേ. 8ാം ക്ലാസ്. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ട അങ്കിൾ ആന്റി. കറിക്കറിയാൻ ഞങ്ങളുടെ കൂടാം. കുറച്ച് കാത്തു നിന്നാ ഈ കറി കൂട്ടി ആഹാരവും തരാം. അടിയാ വേണ സഹായിക്കാം, പക്ഷെ 2ാമത്തെ ശിക്ഷ വേണ്ട. പിന്നെ സ്വന്തമായി ആഡ് ഫിലിം ചെയ്യാൻ വല്ല ഓപ്പർച്യൂണിറ്റിയും തരായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ ശ്രീ ഇവിടെ ഒന്ന് പറയില്ലേ? ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. അമ്മയെ തറ, ഞാൻ ഇറങ്ങട്ടെ ആന്റി. ഹലോ, അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ദേ, ഫ്രിഡ്ജിൽ മീനിരിപ്പുണ്ട്, ശ്രീയുടെ ഫേവറേറ്റ്. കരിമീൻ വേണ്ട, ഞാൻ ഇറങ്ങാം. ആ ശരി. ദാ, അങ്ങനെ വലിയ ജാടയൊന്നും കാണിക്കണ്ട. മീൻ വേണമെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി ഞാൻ പൊതിഞ്ഞു തരാം. പൊടി കാഡ്ബറീസ്. എന്താടാ ചേച്ചി കൊത്തിയില്ലേ? മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ? മുട്ടിക്കൊണ്ടേ ഇരിക്കുവാ ശ്രീയേട്ടാ. ആ മുട്ടിക്കോ, പക്ഷേ അവസാനം അവര് പൊട്ടിക്കാനിട വരുത്തരുത്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ദേ നിന്റെ ബൈറ്റ്സ്. താങ്ക്സ്. Come in. ഡിന്നർ റെഡി മാഡം. എന്തിനാ ഇതൊക്കെ നീ ഉണ്ടാക്കാൻ പോയേ? വന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നില്ലേ? അമ്മ ടയർഡായിട്ട് വരികയല്ലെന്ന് കരുതി. വാ കഴിക്കാം. ഞാനൊന്ന് മേലെ എഴുതി വരാം. അതൊക്കെ പിന്നെ കഴുകാം, ആദ്യം ഭക്ഷണം കഴിക്കും. ദേ പറഞ്ഞതനുസരിക്ക് അമ്മക്കുട്ടിക്ക് പണ്ടത്തെ പോലെ അനുസരണ തീരെയില്ല. ഫ്രഷ് ചപ്പാത്തി, നല്ല ബെസ്റ്റ് കറി കഴിക്കും. എന്നിട്ട് അഭിപ്രായം പറ. എന്തായാലും നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണ് ലക്കിയാ. താങ്ക് യു. ഇതിപ്പോ നിങ്ങൾ പറയുന്ന 4ാമത്തെ അവധിയാ. ഇന്ന് കുറച്ചെങ്കിലും കാശ് കിട്ടാതെ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ മേനോൻചേട്ടാ, ഇവിടെ ഒരു 1000 രൂപയെങ്കിലും ഉണ്ടായിരുന്നേ ഞാൻ അതങ്ങ് എടുത്തു തന്നേനെ. അതെ, നിങ്ങൾക്കിങ്ങനെ ഓരോ അവധികൾ പറഞ്ഞാൽ മതി. പക്ഷെ നഷ്ടപ്പെട്ടത് എന്റെ പണമാ. അല്ലെങ്കിൽ നിങ്ങളെ പറയുന്നതിനാ? എല്ലാം എന്റെ കുറ്റ. ബാലൻ ചോദിച്ച അതേ നിമിഷം ബാങ്കിൽ ഫിക്സഡ് കിടന്നിരുന്ന 3 ലക്ഷം രൂപ എടുത്ത് ഞാൻ കൊടുക്കരുതായിരുന്നു, അതും ഒരു രേഖയില്ലാതെ. അയാളുടെ ടെക്സ്റ്റൈൽ ബിസിനസ് തകർന്നു പോകുന്നു, അതോടെ അയാൾ ആത്മഹത്യ ചെയ്യുന്നു ആരെങ്കിലും കരുതിയോ? ഒരു രേഖയില്ലാതിരുന്നിട്ടും മേനോൻചേട്ടന്റെ പണം ഞങ്ങൾ തിരിച്ചു തരാതിരുന്നിട്ടില്ല. ഇനിയിപ്പോ 1 ലക്ഷമല്ലേ തരാനുള്ളൂ. അതും തരില്ല എന്നല്ല, തരാൻ ഇത്തിരി സാവകാശം വേണമെന്നാ ചോദിച്ചത്. ബാലേട്ടൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ മിക്കതും ഞാനും എന്റെ മോനും കൂടി വീട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കും എന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്.
അത് വല്ല നിങ്ങൾക്കറിയോ? എനിക്കതറിയാം. അതുകൊണ്ടുകൂടി പറയാ, എത്രയും വേഗം ബാക്കി പണം ഞാൻ എത്തിക്കാം. ബാലേട്ടൻ പറയുമായിരുന്നു, ഞാനില്ലെങ്കിലും മേനോൻചേട്ടനുണ്ടാവും സഹായത്തിനെന്ന്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അടുത്ത തവണ പണം തരിക തന്നെ ചെയ്യും. നീ എണീറ്റോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ, എന്താടാ? അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഈ കടങ്ങളെല്ലാം തീർക്കാൻ ഞാൻ ഒരുപാടൊന്നും സഹായിച്ചിട്ടില്ലെന്ന് ഓർത്ത്. പിന്നെ എനിക്ക് നിന്നോട് ദേഷ്യം മാത്രമല്ല, ശത്രുതയുണ്ട്. എന്താ പോരെ? അമ്മ തമാശകളാ. ഒന്ന് പോടെ ചക്ക, അവന്റെ ഒരു ചോദ്യം. നമ്മുടെ അടുത്ത പ്രോജക്റ്റ് കല്യാൺ ജ്വല്ലറിയുടെ ആഡാണ്. രാംഗോപാൽ വർമ്മയുടെ അസിസ്റ്റന്റ് യാസിൻ അഹമ്മദാ ഡയറക്റ്റ് ചെയ്യുന്നത്. പ്ലാനിങ്ങിനും ചാട്ടിങ്ങിനും ഒക്കെ ശ്രീയും കൂടെ കാണണം. ഓക്കെ. ഡേ, ഇതാണ് യാസിന്റെ കൺസെപ്റ്റ്. പക്ഷേ സജഷൻ വേണ്ട. ട്രൈ ചെയ്യാം മാം. പെണ്ണ് കാണാൻ ചെന്നപ്പോ പയ്യന് പെൺകുട്ടിയെ ഇഷ്ടമായില്ല. പക്ഷെ അതേ പയ്യൻ തന്നെ ഈ കുട്ടിയെ വീണ്ടും ഒരു പാർട്ടിയിൽ വെച്ച് കാണുകയും വളരെ ഇഷ്ടമാവുകയും ചെയ്യുന്നു. കാരണം ഈ കുട്ടി കല്യാൺ ജ്വല്ലറിയുടെ ഓർണമെന്റ്സ് അണിഞ്ഞിരിക്കുന്നത്. മാഡം, എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്, ഇത് നെഗറ്റീവ് കൺസെപ്റ്റാണ്. ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയാണ് ഇത് ഇൻസൾട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എടുക്കൂ. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്താ, ആ മോനെ വൈകിട്ട് പാർട്ടിക്കെല്ലാം റെഡിയല്ലേ? പാർട്ടിയോ? ആ, സെന്റ് ഓഫ് പാർട്ടി. ആരുടെ സെന്റ് ഓഫ്? നമ്മുടെ സ്ത്രീയുടെ പുതിയൊരു ആഡിന്റെ സജഷനുമായിട്ട് മാഡത്തിന്റെ മുറിയിലേക്ക് കയറിയല്ലേ ആള്. ആണോ? ആ. എന്നാ ഇന്നത്തെ സെന്റ് ഓഫ് നമുക്ക് ഗ്രാൻഡ് ആക്കണം. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. അത് നീ ഇൻഡിപെൻഡന്റ് ആവുമ്പോ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇപ്പം ഈ ചാട്ട് നോക്കിയാ മതി. വാടക 3000. 3000. മേനോൻ ചേട്ടന് തൽക്കാലം 4000 കൊടുത്താൽ മതി. ഓക്കേ. പത്രം, പാല്, ടെലിഫോൺ ചാർജ് എല്ലാം കൂടി 1500. 1500. പലചരക്കട, സ്റ്റേഷനറി 2000 രൂപ. പിന്നെ എനിക്കും അമ്മയ്ക്കും ഓഫീസിൽ പോയി വരാനുള്ള ബസ് ചാർജ്, എൻ്റെ സെൽഫോൺ ബില്ല്. അതിനൊരു നിവൃത്തിയില്ല മോനെ. നമ്മുടെ രണ്ടുപേരുടെയും സാലറി ഒക്കെ തീർന്നു. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് ഒരു മാർഗേ ഉള്ളൂ. എന്താ? ലോക ബാങ്കിന്നേ വല്ല വായ്പ എടുക്കാം. ആഹാ, ലോക തമാശ. പോടാ. ഹലോ. ഹലോ മാം. എന്തിന്? ഈ രാത്രി തന്നെ വേണോ? ഞാൻ നാളെ ശരി, ഓക്കെ മാഡം. എന്താ ശ്രീ? മാഡത്തിന് എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. ഹോട്ടൽ താജിൽ വെയിറ്റ് ചെയ്യാം. അവിടെ വരെ ഇപ്പൊ എങ്ങനെ പോകും? നന്ദിതയുടെ വണ്ടി കടം ചോദിക്കുക. ഈ കാശില്ലാത്തതുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ആരോട് ഏത് പാതിരാത്രി എന്ത് വേണമെങ്കിലും കടം ചോദിക്കാം, ഒരു ഉളുപ്പും ഇല്ലാതെ. ഒരു കണക്കിന് നോക്കി അതൊരു ഭാഗ്യ അല്ലേ അമ്മ? ശ്രീ, എന്താ മേഡം അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു? വരൂ, ഞാൻ പറയാം. കല്യാൺ ഗ്രൂപ്പിന്റെ ആഡിന്റെ കാര്യം ഞാൻ ശ്രീയുമായി ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ക്ലയന്റ് പെട്ടെന്ന് തന്നെ വിളിച്ചിരുന്നു. അവർക്ക് യാസിന്റെ കൺസെപ്റ്റിനെ പറ്റി എന്തോ ചില സംശയങ്ങൾ. പിന്നെ ആ ആഡ് ക്ലിക്ക് ചെയ്യില്ലെന്ന് അവരുടെ ഡയറക്ടർ ബോർഡിൽ ഒരു ടോക്ക് ഉണ്ടായത്രേ. അവർ മറ്റെന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാ ഞാൻ തന്റെ കൺസെപ്റ്റിന്റെ കാര്യം ഓർത്തത്. ഞാനിത് ക്ലയന്റിനോട് പറയുകയും അവർക്കത് വളരെയധികം ഇഷ്ടാവുകയും ചെയ്തു. എത്രയോ കാലമായി നീ ഇൻഡിപെൻഡന്റ് ആയി എന്തെങ്കിലും ചെയ്യാൻ മോഹിക്കുന്നു. സോ ശ്രീനാഥ്, ഈ ആഡ് ഫിലിം നീ സ്വന്തമായി ഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ? ഞാനിത് എത്രയും പെട്ടെന്ന് അമ്മയോട് പറയട്ടെ. അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. നിൽക്കാൻ എനിക്ക് സമയമില്ല.
പിന്നെ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം നീ ഇതൊക്കെ ഒരു ചലഞ്ചായിട്ട് എടുക്കുമെന്ന്. അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. സെറ്റപ്പ് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. സ്റ്റോറി ബോർഡ് റെഡി? ഗുഡ് മോർണിംഗ്. ഇത് ഐശ്വര്യ. ഹലോ, ഐ എം ശ്രീനാഥ്, ആഡ് ഡയറക്ടറാണ്. ഡയലോഗ് എല്ലാം പഠിച്ചു. ഒന്ന് പറയാമോ? മലയാളി പെണ്ണും കല്യാണ പൊന്നും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഓക്കെ. ഓക്കെ, ഡയലോഗ് ഒന്നുകൂടെ നോക്കാം. ഓ ഷ്യൂർ. റെഡി ബോയ്സ്? ബിജു, നമുക്ക് ആദ്യം ഒരു കോമ്പാക്ട് റേഞ്ച്. ഓക്കെ. അതെ, ഇവരെ മാത്രം പറഞ്ഞു വിട്ടതാ. ഇവരെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്ത ഐശ്വര്യ ആയിരിക്കും മാത്രം പറയണേ. അവനോ വന്നില്ല, എന്നിട്ടും എൻ്റെ ഫസ്റ്റ് ആർട്ട് ഫിലിം കുളവാക്കാനാണ് അവൻ്റെ ഭാവം. ഇതൊന്നും ഏരിയ കണ്ടുപോരുത്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്കൊരു റിഹേഴ്സൽ നോക്കാം. റെഡി? ഞാൻ പറയുമ്പോൾ ആക്ഷൻ. ഇതെവിടുന്ന കല്യാൺ. ഫ്രെയിം ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒരു റിഹേഴ്സലൂടെ. ഓക്കെ. ഓക്കെ, ആക്ഷൻ. ആരാത്? ഏയ്, ഫീൽഡ് ക്ലിയർ. മാറി നിൽക്കാൻ നിങ്ങളോടല്ലേ പറഞ്ഞ? മാറിക്കേ. ക്ലിയർ. ഏതായാലും നിന്റെ ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചാലും നന്നായിട്ട് ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു. ഞാൻ റഷസ് ഒന്നും കൂടെ കാണട്ടെ, നാളെ എഡിറ്റ് ചെയ്യേണ്ടതല്ലേ. ഓക്കെ, യു ക്യാരി ഓൺ. എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. എന്നാ നിങ്ങളും വിട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ. നമുക്ക് ഇത് ആദ്യം തൊട്ട് ഒന്നും കൂടെ കാണാം. എന്തിനാ ശ്രീ ഇത്രയും പോഷ് റെസ്റ്റോറന്റ് വന്നത്? എന്തെങ്കിലും അമ്മയ്ക്കൊരു ട്രീറ്റ് തരുന്നുണ്ടെങ്കിൽ അത് സിറ്റിയിലെ ഏറ്റവും പോഷ് റെസ്റ്റോറൻറ്റിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ പോക്കറ്റ് എന്നെ അതിന് അനുവദിച്ചത്. ഒന്ന് പോടാ. അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആഡ് മകന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വർക്ക് ആവുകയെന്ന് വെച്ചാ, അത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വെച്ചാ അമ്മയ്ക്ക് സന്തോഷമായില്ലേ? പിന്നെ ഇല്ലാതിരിക്കൂ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. എന്റെ ഓഫീസിലും ആഡ് എല്ലാവർക്കും ഇഷ്ടമായി. ഇനി എനിക്ക് ഒരുപാട് ഓഫീസ് ഉണ്ടാവുമെന്ന് അവരൊക്കെ പറയുന്നത്. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? നീ തന്നെ പറയ്. സൂപ്പിന്ന് തുടങ്ങിയാലോ? അതെ, അത് പ്രൊമോട്ട് ചെയ്യേണ്ട മാറ്റർ ആണല്ലോ. ആന്റി വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് കയറണ്ട. എടി പെണ്ണ, ഞാനൊന്ന് പറയട്ടെ. ഇല്ലത്തപ്പോ കാശും വണ്ടിയൊക്കെ കടം തരാൻ ഞാൻ, എന്നിട്ട് ആദ്യമായിട്ട് ഒരു ആഡ് ചെയ്തപ്പോ ട്രീറ്റ് അമ്മയ്ക്ക്. വേണ്ട, ഇനി നീ എന്നോട് മിണ്ടണ്ട. എടി അവിടെ നിൽക്കാൻ. ഇരിക്കേ. അതെന്തായാലും നന്നായി. ഇനി നിർമ്മലയുടെ പ്രോബ്ലംസ് ഒക്കെ നീ വേണം തീർക്കാൻ. ഇതുവരെ അവനെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പ്രോബ്ലംസ് തീർക്കാൻ. പക്ഷേ ഇനിയാണ് പേടി. സ്വന്തം കാലം നിൽക്കാൻ പോവല്ലേ? പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി അവളെ ഒന്ന് സോപ്പിടട്ടെ. ഓ ഹലോ, അതെ, തനിക്ക് ട്രീറ്റ് തന്നില്ല എന്നുള്ളത് നേരാ. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാര്യം കഴിഞ്ഞ് ആരെങ്കിലും കറിവേപ്പിലെ മൈൻഡ് ചെയ്യൂ, എടുത്ത് ഒറ്റ കയറല്ലേ? അതേപോലെ ഞാനും തന്നെ എടുത്ത് ഒറ്റ കയറിഞ്ഞു, അത്രേ ഉള്ളൂ. പോടാ. ഇതൊന്നും എന്റെ മാത്രം കുറ്റമല്ല, അല്ലല്ലോ എല്ലാ ആണുങ്ങളും ഇങ്ങനെ. എന്ത് അല്ല എന്ന് പറയാൻ പറ്റുമോ? അത്രയും സീരിയസ്. ഇനി ഒരു തമാശ. അവിടെ ഇരിക്കും മാഡം. ഒന്ന് തുറന്നു നോക്ക്. തുറന്നു നോക്കടോ.
ഇനി പറ ഞാൻ നിന്നെ മറന്നെന്ന്. സോറിടാ. ഹലോ പ്രദീപ്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. സോറിടാ. കല്യാൺ ജ്വല്ലറിയുടെ ആഡ് കണ്ട ശേഷം ശർമ്മ ഗ്രൂപ്പിന്റെ പുതിയ ആഡ് നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. സോ ഈ ആഡ് വളരെ നന്നായിരിക്കണം ശ്രീ. ഞാൻ ട്രൈ ചെയ്യാം മാം. പിന്നെ ഈ ആഡ് നന്നാവണമെങ്കിൽ മോഡൽസ് അത്ര ഇമ്പ്രസീവ് ആയിരിക്കണം. ഇത്രയും ഫോട്ടോസ് നോക്കിയിട്ട് എനിക്ക് ആരെ അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇതാ ഈ മാഗസിൻ കൊണ്ടുവന്നേ. എങ്ങനെയുണ്ട് ഈ കുട്ടി? കൊള്ളാം. ഇത് തന്നെ നമ്മുടെ അക്ഷി. കുട്ടിയുടെ പാരന്റ്സ് ഗൾഫിലാ. ഞാൻ അവരോട് സംസാരിച്ചു. ദേ ആർ വെരി മോഡേൺ. കുട്ടി തീരുമാനിക്കട്ടെ എന്നാ അവരുടെ സ്റ്റാൻഡ്. ശ്രീ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. അതിന് കുട്ടി എവിടെയുണ്ട്? എങ്കിൽ തുറന്നു പറയാം, കുട്ടിയെ കണ്ട നിമിഷം തന്നെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്ത്? അല്ല, മാഗസിനിൽ ഫോട്ടോ കണ്ടപ്പോ മോഡൽ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ, അല്ലാതെ മൊബൈൽ നമ്പർ അല്ല. ഈ പരസ്യത്തിന് ഇത്രയും നല്ല മോഡലിന് വേറെ കിട്ടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഓ, ഹാനി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ ആഡിന്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഞങ്ങളുടെ കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതിനെക്കുറിച്ച് ചരിത്രവും പൗരധർമ്മവും ഒന്നും പറയണ്ട, ഇല്ല കുട്ടി? എടാ എടാ, കുട്ടി ഷൂട്ടിംഗ് ഡേറ്റ് എന്നാണെന്ന് ചോദിക്കുന്നു. എടാ, സിസ്റ്റേഴ്സ് ആടാ. അല്ലേ? അതെ അല്ലേ? ആണ്. ആ. നീ ഇന്നലെ എവിടെയായിരുന്നു? ആ, അത് ഇവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യണ കണ്ണിൽ കുത്തിത്തിരയുടെ ഐലൻഡ്സ് കിട്ടിയിട്ടുണ്ടാവും. പോട്ടെ. ആ ശർമ്മ ഗ്രൂപ്പിന്റെ മോഡലിങ്ങിന് ഞാൻ ആനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാം. പക്ഷെ ഇവനൊരു അക്ഷരം ശ്രദ്ധിക്കണ്ടേ? ഇവൻ അപ്പോഴും ഏതോ വഴിയെ പോണ പെണ്ണുങ്ങൾ വായി നോക്കിക്കായിരുന്നു. ഏതോ വഴിയെ പോണ പെണ്ണല്ല. ആ കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ഫസ്റ്റ് ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് വർക്കിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് എവിടെയോ നിന്നെന്ന പോലെ കയറി വരികയായിരുന്നു ആ കുട്ടി. ഇതിപ്പോൾ രണ്ടാമതൊരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോഴും ആ കുട്ടി കയറി വന്നു. അന്ന് എൻ്റെ ഫ്രെയിമിലേക്ക് കയറി വന്ന പോലെ തന്നെ. എന്താടാ മൂന്നാമത് ആ കുട്ടി? ഏത് കുട്ടിയുടെ കാര്യം നിങ്ങൾ പറയുന്നേ? ഇവൻ പറഞ്ഞ കുട്ടിയുടെ. എവിടെ എവിടെ? അവിടെ അവിടെ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ബ്ലാക്കാ? അല്ല, ഗ്രീനാ? ഓറഞ്ച്.